ടെലിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. വയനാട് പുനരധിവാസം ചിലവ് വെട്ടിക്കുറയ്ക്കാൻ തീരുമാനമായി. വയനാട് പുനരധിവാസത്തിനായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൽ വീടൊന്നിന് ചിലവ് 25 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷമായി വെട്ടിക്കുറയ്ക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമായത്. സ്പോൺസർമാരുടെയും മറ്റും സമ്മർദ്ദത്തെ തുടർന്നാണിത്. തുടക്കത്തിൽ 30 ലക്ഷം രൂപയോളമാണ് നിർമ്മാണ ചെലവിനായി സർക്കാർ നിശ്ചയിച്ചിരുന്നത്. പുനരധിവാസത്തിന് കേന്ദ്ര സർക്കാർ 529.50 കോടിയുടെ കാപെക്സ് വായ്പ അനുവദിക്കുകയും അത് ഈ മാർച്ച് 31-നകം ചിലവാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് പുനരധിവാസ നടപടികൾ വേഗത്തിലായത്. 3 പട്ടികയിലായി വയനാട് ദുരന്തഭൂമിയിലെ 430 കുടുംബങ്ങൾക്കാണ് വീട് വെച്ച് നൽകുന്നത്. യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നടത്തിയ മാർച്ചിൽ സംഘർഷം. സമരക്കാർ ബാരിക്കേഡിന് മുകളിൽ കയറി ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം എന്ന ബാനർ സ്ഥാപിച്ചു. പാളയത്ത് നിന്ന് പ്രകടനമായി പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിയതിനെ തുടർന്ന് സംഘർഷമാവുകയും പിന്നാലെ തുടർച്ചയായി 3 തവണ ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. പ്രവർത്തകരെ സഹായിക്കാനെത്തിയ മറ്റുള്ളവർ പോലീസിന് നേരെ പ്ലാസ്റ്റിക് കസേരകൾ വലിച്ചെറിയുകയും റോഡ് ഉപരോധിക്കുകയും ചെയ്തു. എന്നാൽ ധനവകുപ്പ് 52.85 കോടി അനുവദിച്ചതോടെ ആശാ വർക്കർമാർക്ക് ജനുവരി വരെയുള്ള കുടിശ്ശികയടക്കം മുഴുവൻ തുകയും നൽകിയെന്നും ഇത് ആശാ വർക്കർമാരുടെ അക്കൗണ്ടുകളിൽ എത്തിയെന്നും തെറ്റിദ്ധരിക്കപ്പെട്ടാണ് ഒരു വിഭാഗം ആശാ വർക്കർമാർ സമരത്തിന് ഇറങ്ങിയതെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കനത്ത ചൂടിനെ തുടർന്ന് വാഹനങ്ങളിൽ സൺഫിലിം ഒട്ടിക്കാമെന്ന് ഹൈക്കോടതി. ചൂടിൽ നിന്ന് രക്ഷ നേടുന്നതിന് വാഹനങ്ങൾ മാനദണ്ഡത്തിനനുസരിച്ചുള്ള സേഫ്റ്റി ഗ്ലേസിംഗ് ആവാമെന്ന് ഹൈക്കോടതി. മുന്നിലെ ഗ്ലാസുകളിൽ 70% സൈഡിൽ 50% പ്രകാശം കടന്നുപോകാം എന്ന ചട്ടം പാലിച്ച് സേഫ്റ്റി ഗ്ലേസിംഗ് ഒട്ടിച്ചാൽ നടപടിയോ പിഴയോ പാടില്ല എന്നാണ് ഹൈക്കോടതി വിധി. എന്നാൽ ഈ വിധിക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് ഇതുവരെയും അപ്പീൽ നൽകിയിട്ടില്ല. SSLC പരീക്ഷയ്ക്ക് തിങ്കളാഴ്ച തുടക്കം. സംസ്ഥാനത്ത് 4,26,990 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷകൾക്കായി രജിസ്റ്റർ ചെയ്തത്. മാർച്ച് 3 മുതൽ 26 വരെയാണ് പരീക്ഷ നടക്കുന്നത്. മൂല്യനിർണ്ണയ ക്യാമ്പുകൾ ഏപ്രിൽ 3-ന് ആരംഭിച്ച് 26-ന് അവസാനിക്കും. മെയ് 3-ാമത്തെ ആഴ്ചയ്ക്കകം ഫലപ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. സ്കൂൾ ബസ്സുകളിൽ ക്യാമറ നിർബന്ധമാക്കുമെന്ന് മന്ത്രി. അടുത്ത അധ്യയന വർഷം മുതൽ ക്യാമറ ഘടിപ്പിക്കാത്ത വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകില്ലെന്ന് വാർത്താ സമ്മേളനത്തിൽ മന്ത്രി ഗണേഷ് കുമാർ അറിയിച്ചു. സ്വകാര്യ ബസ്സുകളിൽ ഡ്രൈവറുടെ ക്യാബിനിൽ ഉൾപ്പെടെ ക്യാമറ വെക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പിന്റെ ചെക്ക് പോസ്റ്റിൽ അഴിമതി അവസാനിപ്പിക്കുമെന്നും വിജിലൻസ് പരിശോധന തുടരുമെന്നും മന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ സത്യവാങ്മൂലം തള്ളി ഹൈക്കോടതി. തിരുവനന്തപുരം നഗരത്തിലെ നടപ്പാതയിൽ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് വെച്ച സംഭവത്തിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ സമർപ്പിച്ച 2ാമത്തെ സത്യവാങ്മൂലവും ഹൈക്കോടതി തള്ളി. സംഘടനാ നേതാക്കളായ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കാൻ പ്രഥമദൃഷ്ട്യ വസ്തുതയില്ലെന്നും ഫ്ലെക്സ് വച്ചത് പ്രചാരണ ഏജൻസിയാണെന്നും വിശദീകരിക്കുന്ന സത്യവാങ്മൂലമാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ തള്ളിയത്. കുറ്റക്കാരെ വെള്ളപൂശാനും കുറ്റകൃത്യത്തിന് നേരെ കണ്ണടയ്ക്കാനുമാണ് ശ്രമമെന്ന് വിമർശിച്ച കോടതി പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഒരവസരം കൂടി നൽകി. നിയമത്തോട് ബഹുമാനമുള്ളിടത്താണ് തിളക്കമാർന്ന ജനാധിപത്യം ഉണ്ടാവുക എന്ന് ഹൈക്കോടതി പറഞ്ഞു. എന്നാൽ നിയമത്തെയും ജുഡീഷ്യറിയെയും വെല്ലുവിളിക്കുന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയക്കാരുടെ ഹീറോയിസം എന്നും വ്യവസായ നിക്ഷേപങ്ങളെക്കുറിച്ച് ഏറെ ചർച്ചകളും ഉണ്ട് എന്നും പരിഷ്കൃത സമൂഹത്തിലേക്ക് നിക്ഷേപങ്ങൾ വരും, കേരളത്തെ മുൻനിരയിലെത്തിക്കാൻ കോടതി എല്ലാ ശ്രമവും നടത്തുമെന്നും വ്യക്തമാക്കി. തലസ്ഥാനത്ത് 2ഇടങ്ങളിൽ സൗജന്യ ചികിത്സ. പൂജപ്പുര സർക്കാർ പഞ്ചകർമ്മ ആയുർവേദ ആശുപത്രിയിൽ 30-നും 60-നും ഇടയിൽ പ്രായമുള്ളവർക്ക് കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നതിനായി സൗജന്യ ചികിത്സ നടത്തുന്നു. തിങ്കൾ മുതൽ ശനി വരെ 8 മണി മുതൽ 1 മണി വരെ സ്വാസ്ഥ്യവൃത്ത വിഭാഗം OP നമ്പർ 2-ലാണ് ചികിത്സ ലഭിക്കുന്നത്. ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രിയിലെ 2-ാം നമ്പർ OPയിൽ 30-നും 60-നും ഇടയിൽ പ്രായമുള്ളവർക്ക് പ്രമേഹം, കൊളസ്ട്രോൾ രോഗികൾക്ക് പരിശോധനകളും സൗജന്യ ചികിത്സകളും ലഭ്യമാണ്. തിങ്കൾ മുതൽ ശനി വരെ 8 മണി മുതൽ 1 വരെയും വെള്ളിയാഴ്ച 1 മുതൽ 3 വരെയുമാണ് OP സമയം. വെൺപാലവട്ടം ക്ഷേത്ര ഉത്സവത്തിന് തുടക്കം. വെൺപാലവട്ടം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഇക്കൊല്ലത്തെ ഉത്സവം മഹാമഹം നാളെ ആരംഭിച്ച് 7-ന് അവസാനിക്കും. വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ ബിജു രമേശ് അറിയിച്ചു.
കുറിച്ച് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. ലഹരിയുമായി മകൻ പോലീസ് പിടിയിലായ സംഭവത്തിൽ പോലീസിനെ ന്യായീകരിച്ച് വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പോലീസ് അവരുടെ ജോലിയാണ് ചെയ്യുന്നത്. പോലീസ് മനഃപൂർവ്വം കുടുക്കിയെന്ന അഭിപ്രായമില്ല. പോലീസ് നടപടി അതിന്റെ വഴിക്ക് നീങ്ങട്ടെ. സ്വന്തം മകനായാലും തെറ്റല്ലാതെ ആകുന്നില്ല. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം. ദീർഘവർഷത്തെ പൊതുജീവിതത്തിനിടയിൽ ആദ്യമായാണ് ഇത്തരമൊരു അനുഭവം. രക്ഷിതാക്കളോട് പറയാനുള്ളത് നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കണമെന്നാണ്. ലഹരിക്ക് അടിമയായി കഴിഞ്ഞാൽ അവരറിയാതെ തന്നെ നീരാളിപ്പിടുത്തത്തിലാകും. രാസലഹരി സിരകളിൽ പടർന്നാൽ എന്തു ചെയ്യണമെന്ന് അവർക്ക് പോലും അറിയില്ല. എക്സൈസും ലഹരിക്കെതിരെ സ്വന്തം നിലയിലും പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലെ പോരാട്ടം തുടരട്ടെ എന്നുമാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. മുൻ MLA പി രാജു നിര്യാതനായി. മുൻ MLAയും CPI മുൻ സംസ്ഥാന സമിതി അംഗവുമായിരുന്ന പി രാജുവാണ് അന്തരിച്ചത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ പാലാരിവട്ടം റിനൈ മെഡിസിറ്റി ആശുപത്രിയിലായിരുന്നു അന്ത്യം. പി രാജുവിന് തേർഡ് ഐ വിഷന്റെ ആദരാഞ്ജലികൾ. അമ്മയും 2 പെൺമക്കളും ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ. കോട്ടയം ഏറ്റുമാനൂരിനടുത്ത് റെയിൽവേ ട്രാക്കിലാണ് യുവതിയെയും 2 പെൺകുട്ടികളെയും ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പാറോലിക്കൽ റെയിൽവേ ഗേറ്റിന് സമീപം ഇന്ന് പുലർച്ചെയാണ് മൃതദേഹം കണ്ടെത്തിയത്. പാറോലിക്കൽ സ്വദേശി ഷൈനി കുര്യാക്കോസ്, മക്കളായ അലീന, ഇവാന എന്നിവരാണ് മരിച്ചത്. കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് ട്രെയിനാണ് ഇടിച്ചതെന്നാണ് വിവരം. ട്രാക്കിനടുത്തെത്തിയ നാട്ടുകാരാണ് ചിന്നിച്ചിതറിയ നിലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മൃതദേഹങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ജീവനൊടുക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ ഏറ്റുമാനൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. യേശുദാസിന്റെ ആരോഗ്യനില മോശമാണെന്ന വാർത്ത വ്യാജമെന്ന് മകൻ വിജയ് യേശുദാസ്. കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു വാർത്തയായിരുന്നു ഗായകൻ യേശുദാസ് ഗുരുതരാവസ്ഥയിലാണെന്നും അദ്ദേഹത്തിനെ ഡയാലിസിസിന് വിധേയമാക്കിയെന്നും. എന്നാൽ ഇതിനു പിന്നാലെ പ്രതികരണവുമായി മകൻ വിജയ് യേശുദാസ് രംഗത്തെത്തി. യേശുദാസ് അമേരിക്കയിൽ തന്നെയാണുള്ളതെന്നും അദ്ദേഹം ആരോഗ്യവാനാണെന്നും കുടുംബം വ്യക്തമാക്കി. എങ്ങനെയാണ് ഇത്തരമൊരു വാർത്ത വന്നതെന്ന് അറിയില്ലെന്നും വിജയ് യേശുദാസ് പറഞ്ഞു. ജനുവരി 10-നാണ് യേശുദാസ് അമേരിക്കയിൽ വെച്ച് 85-ാം പിറന്നാൾ ആഘോഷിച്ചത്. ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നതിലൂടെ സത്യസന്ധമായ വാർത്തകൾ കൊടുക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങൾക്ക് കൂടി കളങ്കം സംഭവിക്കുകയാണ്. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. യുവാക്കൾക്കിടയിൽ ഇന്ന് ജീവിതശൈലി രോഗങ്ങൾ പിടിമുറുക്കുകയാണ്. ഇതിന് പ്രധാന കാരണമായി മാറിയത് നമ്മുടെ ആരോഗ്യ കാര്യത്തിലുണ്ടായ അശ്രദ്ധയാണ്. ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങൾ ആരോഗ്യത്തെ ബാധിക്കുമെങ്കിലും പ്രത്യക്ഷത്തിൽ നമ്മളിത് അറിയാറില്ല. അതിനാലാണ് കൃത്യമായ ഇടവേളകളിൽ ബോഡി ചെക്കപ്പ് നടത്തേണ്ടതിന്റെ ആവശ്യകത ഏറുന്നത്. ജിമ്മിൽ പോകുന്നു എന്നതുകൊണ്ട് മാത്രം ഹൃദയാഘാതം അല്ലെങ്കിൽ ഹൃദ്രോഗം വരാതിരിക്കണമെന്നില്ല. പുകവലി നിർത്തുക, മദ്യം ഒഴിവാക്കുക, മിതമായ ആഹാരം കഴിക്കുക, വറുത്തതും പൊരിച്ചതും പരമാവധി ഒഴിവാക്കുക, അമിതഭാരം കുറയ്ക്കുക എന്നീ ശീലങ്ങളും പിന്തുടരുന്നത് നല്ലതാണ്. തേർഡ് ഡിവിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.